അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നീ വരുമില്ലെന്ന് അറിയാത്തോണ്ട് ഞാൻ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ ഇന്ന് ഉണ്ണിയേട്ടൻ പോകുമ്പോ കൂടെ ഞാനും ഉണ്ട്. നിനക്ക് ഏട്ടനെ ഇഷ്ടമല്ലാത്തോണ്ട് ഇപ്പോഴങ്ങോട്ട് വരണമെന്ന് ഞാൻ പറയില്ല. ഏട്ടത്തെ കാണുമ്പോൾ നിനക്ക് ദേഷ്യം കൂടും. പിന്നെ അടുത്ത് തന്നെ അവര് വീണ്ടും ആ തോമസ് വേദിന്റെ അരികിലേക്ക് പോകും. ആ സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. ആ സമയത്ത് വന്നാലേ പിന്നീട് അവര് തിരിച്ചു വരില്ലേ? അവരെ കാണേണ്ടി വരില്ലേ? എന്നാലും അവര് പോയി കഴിഞ്ഞാൽ പിന്നെ 4-5 ദിവസം കഴിഞ്ഞല്ലേ വരൂ. അതുവരെ നിനക്കവിടെ വന്നിട്ടൊന്ന് സെറ്റാവാലോ. ഞാൻ ഇനി ഒരിക്കലും ആ വീടുമായിട്ട് സെറ്റ് ആവില്ല. അങ്ങനെ ആവണമെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയും ആ വീട്ടിൽ നിന്ന് തുടച്ചു നീക്കണം. അല്ലെങ്കിൽ അവർക്ക് മുകളിൽ ഞാനും നിങ്ങളും എത്തണം. അതിന് ഈ ജന്മം കഴിയില്ലെന്നറിയാം. എങ്കിലും എന്റെ കുഞ്ഞു പോയതുകൊണ്ട് എന്തും ചെയ്യാനുള്ള ധൈര്യം എനിക്കിപ്പോ ഉണ്ട്. നീ അബദ്ധമൊന്നും കാണിക്കണ്ട. നമ്മുടെ കുഞ്ഞിനെയാണ് നമുക്ക് നഷ്ടമായത്. അവിടെയും ലാഭം നിന്റെ ചേച്ചിക്ക് തന്നെയാ. എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് ജയിക്കാൻ ഒരു അവസരം ഒത്തുവരില്ലേ? അതോ ദൈവം എന്ന് നമുക്ക് മാത്രം ദുരന്തങ്ങൾ തന്നോണ്ടിരിക്കോ? എന്താ നിങ്ങളൊന്നും പറയാത്തത്? ഞാനെന്ത് പറയാനാ? നീ എന്റെ കൂടെ വരാന്ന് പറഞ്ഞാ ഭാഗ്യമായിട്ടാ ഞാൻ കാണുന്നത്. ഇനിയൊരു വരവ് ഉണ്ടാകില്ലെന്നാ ഞാൻ കരുതിയ. ബന്ധം പിരിയുന്ന് നിങ്ങൾ കരുതിയോ? സത്യം പറഞ്ഞ നിങ്ങളുമായിട്ടുള്ള ബന്ധം പിരിയേണ്ടതാ. എന്റെ ജീവിതത്തില് എന്റെ വിജയമായിരുന്നു എന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ. പക്ഷേ കല്യാണശേഷം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാ എന്റെ ഭർത്താവ്. അങ്ങനെ പരാജയം ഉണ്ടാവാൻ വേണ്ടിട്ട് ഞാനൊന്നും പറയുന്നില്ലല്ലോ. കല്യാണത്തിന് മുൻപ് നിങ്ങൾ പറഞ്ഞ കള്ളത്തരങ്ങൾ തന്നെയാ ഇതിനൊക്കെ കാരണം. നിങ്ങളുടെ മുകളിലായിരുന്നു നിങ്ങളുടെ ഏട്ടനെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഒരിക്കലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. അവിടെ കുറുക്കനായ നിങ്ങളുടെ അമ്മാവൻ ഈ ബന്ധം നടക്കാൻ വേണ്ടിട്ട് കല്ല് വെച്ച നുണകളാ പറഞ്ഞത്. അതില് അമ്മാവനെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ വീട്ടിനകത്ത് അടിമയെ പോലെ കഴിഞ്ഞ പെൺകുട്ടിയാണ് ഏട്ടത്തിയെന്നാ അന്ന് നിന്റെ അച്ഛൻ അമ്മാവനോട് പറഞ്ഞത്. പെണ്ണ് കാണാൻ വന്നപ്പോഴും അങ്ങനെ ഒരു തോന്നലാ ഞങ്ങൾക്കും ഉണ്ടായത്. എന്നാ വിവാഹശേഷം അവര് മാറിയത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല. അങ്ങനെ മാറ്റുന്ന ഒരുത്തനാണ് നിങ്ങളുടെ ഏട്ടനെന്ന് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. വീൽ ചെയറിലിരിക്കുന്ന മനുഷ്യന്റെ ഒരു ചൂണ്ടുവിരല് മതി നിങ്ങളുടെ അമ്മ പോലും അയാളുടെ മുന്നിൽ ചൂളി നിൽക്കാൻ. ഇനിയിപ്പോ അതേപ്പറ്റൊന്നും പറയണ്ട കരണേ. നീ അങ്ങോട്ട് വരാൻ ഞാൻ നിർബന്ധിക്കില്ല. വരികയാണെങ്കിൽ തടയുകയില്ല. എന്തായാലും എനിക്ക് വരണം. എന്റെ കെട്ടുതാലി അറുക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് അവളുടെ കഴുത്തിലും കെട്ടുതാലി കാണരുത്. അവളും മംഗല്യ സിന്ദൂരമൊക്കെ ഇട്ട് ഞെളിഞ്ഞ് നടക്കുമ്പോ ബന്ധം പിരിഞ്ഞ് ഞാൻ വീട്ടിൽ നിൽക്കുകയാണെന്ന് എന്റെ ബന്ധുക്കളും നാട്ടുകാരും പറയരുത്. അതുകൊണ്ട് വേഷം മാറിയിട്ട് ഞാൻ ഇപ്പൊ തന്നെ വരാം.